ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത് എന്താണ് YPS. എനിക്ക് റീസെൻ്റ് ആയിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടാ ഇങ്ങനെ കേൾ വന്ന് പഠിക്കാൻ എത്ര ചിലവെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞു കൊടുക്കും, ഇത്രയൊക്കെ ആവും ഏകദേശം. അയ്യോ അത്ര രൂപയ്ക്ക് ആവുക, അപ്പോൾ അല്ലാണ്ട് വേറെ വല്ല വിസ സ്കീമൊക്കെ ഉണ്ടോ? ഉണ്ട്. അതാണ് YPS, അതായത് യങ് പ്രൊഫഷണൽ സ്കീം. അതായത് യങ് പ്രൊഫഷണൽസിനെ എയിം ചെയ്തിട്ടുണ്ട്. അവർ കുറച്ച് വിസാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് UK ഗവൺമെൻറ് നമുക്കായിട്ട്. അപ്പോൾ ആ വിസ എന്താണെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സപ്പോസ് ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ UK പഠിക്കാനായിട്ട് വരികയാണ്, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് ചെയ്യാൻ. അപ്പോൾ 1 year മാസ്റ്റേഴ്സ് ആയിരിക്കും അവർ ഓഫർ ചെയ്യണം, പ്ലസ് 2 year സ്റ്റേ ബാക്ക് ആയിരിക്കും പറയണം. അപ്പോൾ ഈ 1 year സ്റ്റഡി കഴിഞ്ഞിട്ട് പിന്നെ ഈ 2 year സ്റ്റേ ബാക്കിലായിട്ട് കയറുമ്പോൾ അതിന് പറയണത് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, PSW എന്നാണ് പറയുന്നത്. PSW കയറുമ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് 3 ലക്ഷം രൂപേൻ്റെ അടുത്ത്. അത് കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് PSW ഇത് കിട്ടണത്. അത് നിങ്ങളാണ് കൊടുക്കണം, അത് നിങ്ങളുടെ മൈൻഡിൽ എടുത്തു വെച്ചോട്ടാ. അത് കുറേ ഏജൻസി ഒന്നും പറയത്തില്ല. അപ്പം ഈ 2 year സ്റ്റേ ബാക്ക് നമ്മളിവിടെ നിൽക്കണില്ലേ, ഈ 2 year സ്റ്റേ ബാക്ക് നിൽക്കുമ്പോൾ നമുക്ക് എന്നാ പറയുക, സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുമ്പോൾ നമ്മൾ സ്റ്റക്ക് 20 year പാർട്ട് ടൈമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട്, നമുക്ക് കുറേ പരിപാടിയൊന്നും തുടങ്ങാൻ പറ്റത്തില്ല. പക്ഷേ അത് കഴിഞ്ഞ് PSW വർക്ക് വിസയിൽ കയറുമ്പോൾ നമുക്ക് എല്ലാം അൺലോക്ക്ഡാണ്. അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, നമുക്ക് ഫുൾ ടൈം ചെയ്യാം, നല്ല രീതിക്ക് ഏൺ ചെയ്യാം. അപ്പോൾ ഈ യങ് പ്രൊഫഷണൽ സ്കീം വിസയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം ഈ പറഞ്ഞ എല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റും. അതായത് ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഈ 2 വർഷത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ തുടർന്നും ഇവിടെ തന്നെ നിൽക്കാം ആ ഒരു വർക്കിൽ. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ തന്നെയാണ്, നമ്മൾ സ്റ്റഡീസ് കഴിഞ്ഞ് നമ്മൾ ഈ 2 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ജോബ് കണ്ടുപിടിക്കണം. ആര് സെയിം സാധനം, പക്ഷേ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരുവാണെങ്കിൽ നല്ല രീതിക്ക് ഫണ്ട് ഇറങ്ങും. മിനിമം 20 പൊക്കത്ത് എന്താണേലും കയറും, 20 ലക്ഷത്തിന് പൊക്കത്ത്. മനസ്സിലായോ? ബട്ട് ഈ വിസയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ്ട് വിസ പ്രോസസ്സിങ് അങ്ങനത്തെ കുറേ പരിപാടിയൊക്കെ മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഏകദേശം ചാർജ് തന്നെ കൂടിപ്പോയി 20 ലക്ഷം ഒന്നും വേണ്ട, വെറും 2 അങ്ങേയറ്റം പോയാൽ 3-4. നിങ്ങളുടെ ചിലവും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ആയിരിക്കും ഒരു 3-3.5. അത് ഭയങ്കര കൂടുതലല്ലേ ശരിക്കും പറഞ്ഞാൽ. ഒന്ന് താത്തി ഒന്ന് ചുരുക്കിയൊക്കെ ഇങ്ങോട്ട് വരാൻ നിന്ന് കഴിഞ്ഞാൽ അതിലും കുറയും. അപ്പോൾ അത്രയുള്ള ഈ YPS വിസേൻ്റെ ചിലവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിസ പ്രോസസ്സിങ്, മെഡിക്കൽ, അതൊക്കെ മാത്രമായിരിക്കും കൂടുതലും വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരിക, ഈ 2 വർഷം നിങ്ങൾ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫുൾ ടൈം ഒക്കെ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു പോട്ടെ അറ്റ്ലീസ്റ്റ് ഒരു കെയർ ഹോമിൽ കയറിയെന്ന് വെച്ചോ, അവിടെ നിങ്ങൾ 2 വർഷം നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. ആ ഫണ്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വിസ കിട്ടിയില്ലെന്ന് വെച്ചോ, ഈ 2 വർഷത്തിൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയില്ല, ആ പൈസയും കൂടി നാട്ടിൽ പോയി വല്ല പരിപാടിയും തുടങ്ങണമേ. നാട്ടിൽ നിങ്ങൾക്ക് 2 വർഷം കൊണ്ട് എനിക്ക് തോന്നണമെന്നില്ല ഇത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അത് ഏകദേശം ഒരു നല്ലൊരു ഫിഗർ വരും. അപ്പോൾ ഈ വിസ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചാൽ 2 year നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആ 2 year കൊണ്ട് ഏതെങ്കിലും സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ പഴയ സിറ്റുവേഷനിൽ 5 year ഏതെങ്കിലും വർക്ക് വിസയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും, PR കിട്ടുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലെ സിറ്റുവേഷനിൽ അവർ കുറേ പ്രൊപ്പോസലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടല്ലോ, 10 year ഇവിടെ നിൽക്കണം എന്നാൽ മാത്രമേ തരത്തുള്ളെന്ന്. അത് വിട്, നമുക്ക് ഫണ്ട് ഉണ്ടാക്കിയാൽ മതി, നമുക്ക് ആരുടെ PR ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, ഇപ്പൊ സ്റ്റുഡൻ്റ് ആയിട്ട് വരാൻ കുറെ പേര് കൊതിച്ചൊക്കെ ഇരിപ്പുണ്ടായിരുന്നു UK ആയിട്ട് വരാനായിട്ട്, അതായത് UK ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർക്കൊന്നും ലോണൊന്നും ഒത്തു വന്നിട്ടില്ല, കുറെ പേർക്ക് ഫണ്ടിൻ്റെ ഒക്കെ കുറേ ഇഷ്യൂ വന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വിസ, ലൈക്ക് ഈ YPS വിസ ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ 600 ബാലറ്റ് എങ്ങാണ്ടും ഈ വരുന്ന ജൂലൈ 22 ഓപ്പൺ ആവുന്നതുകൊണ്ട് നേരെ വെബ്സൈറ്റിൽ കയറുക, അതിൻ്റെ അണ്ട് കൊടുത്തോ. വലിയ ഒരു ചിലവും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞില്ല, എന്താണ് ചെറിയൊരു പ്രോസസ്സിങ്ങും പരിപാടി, വിസയും കാര്യങ്ങളുടെയൊക്കെ ചെറിയൊരു എമൗണ്ട് ആവുന്നുള്ളൂ. അത് സ്റ്റഡീസിൻ്റെ അത്ര 20 ലക്ഷത്തിൻ്റെ അത്രയൊന്നും വന്നില്ല, അത് ഓർക്കുക. പിന്നെ വേറൊരു ഇതിൻ്റെ ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 600 ബാലറ്റിൽ ഇപ്പോൾ ഒരു 10,000 പേരെങ്കിലും അപ്ലൈ ചെയ്യും. എല്ലാവർക്കും കിട്ടണമെന്നില്ല, ഭാഗ്യം പോലെ ആയിരിക്കും. അതിനാണ് ചിലവർ ഇന്ന് പറയുന്ന ലോട്ടറി വിസ, ലോട്ടറി അടിക്കണ പോലെ ആയിരിക്കും ഈ വിസ കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ മോനെ സെറ്റ്. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട്, ചെറുക്കൻ വന്ന് മിനി കൂപ്പറൊക്കെ എടുത്ത് കറക്കോ, ലൈഫ് തന്നെ. ഞാനിവിടെ പഠിത്തവും പാർട്ട് ടൈമും അതുപാടാ. നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയല്ല, കാര്യം പറഞ്ഞാണ്. മറ്റേന്ന് പറഞ്ഞാൽ അത്ര വലിയ ടെൻഷനൊന്നുമില്ല, നമുക്ക് നേരെ വർക്കിന് പോവുക, ഫണ്ട് ഉണ്ടാക്കുക, ആ പരിപാടി. പക്ഷേ ഒരു എന്നാ പറയണേ, എബ്രോഡ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ ഇവിടെ വന്ന് പഠിക്കണം, പാർട്ട് ടൈം ഉണ്ടാക്കണം, പിന്നെ എക്സാമൊക്കെ വന്നു കഴിഞ്ഞാൽ തീഞ്ഞ് എല്ലാം കൂടി എൻ്റെ പൊന്നെ. എനിക്ക് ഈ കഴിഞ്ഞിടക്കൊക്കെ അതാണ് ഞാൻ കുറച്ച് വായിക്കിയത് ഈ ഒരു വീഡിയോ ഇടാനായിട്ട്. മൊത്തം ഇതായിരുന്നു. രാവിലെയൊക്കെ എഴുന്നേറ്റ് പോകണം. എൻ്റെ യൂണിറ്റിലാണെങ്കിൽ കുറച്ച് ട്രാവൽ ഉണ്ട്. ഇവന്മാർ രാവിലെ ക്ലാസ് നോക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് കുറച്ച് നേരത്തെ വെക്കണം, കൊണ്ടില്ല കണ്ണൊക്കെ. അപ്പം യങ് പ്രൊഫഷണൽ സ്കീം എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ വരാനുള്ളവരൊക്കെ വരിക. അതായത് ഈ ജൂലൈ 22 ഓർത്ത് വെച്ചോണം, ജൂലൈ 22 കുറച്ച് അവർ ഓപ്പൺ ചെയ്യേണ്ട 600 ബാലറ്റ് എങ്ങാണ്ട് ഓപ്പൺ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അപ്ഡേറ്റിലേക്ക് ഇരിക്കുക. നേരെ കയറി അപ്ലൈ ചെയ്തോ, കിട്ടിയാണെങ്കിൽ ലോട്ടറിയാണ്. അപ്പോൾ ശരി, അടുത്ത വീഡിയോ പിന്നെ കാണാം.